മലപ്പുറം മൈലാടി വെള്ളൂർ റോഡിൽ പ്ലാസ്റ്റിക് കമ്പനിക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. നിഖിൽ പ്രമേഷ് മലപ്പുറത്തു നിന്നും ചേരുകയാണ്. നിഖിൽ, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? അവിടുത്തെ സാഹചര്യം എന്താണ്? മലപ്പുറം മൈലാടി വെള്ളൂർ റോഡിലുള്ള പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി ഒരു പ്ലാസ്റ്റിക് നിർമ്മാണശാല, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ നിർമ്മാണശാലയ്ക്ക് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടുത്തെ പ്രദേശവാസികളാണ് ആദ്യം ഇത് കണ്ടത്. വളരെ വേഗത്തിൽ തന്നെ അവർ എത്തിച്ചേർന്ന് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിപ്പോൾ പരിപൂർണമായി ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയെന്ന് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്നുള്ള 2 ഫയർ യൂണിറ്റ് സംഘം ഇവിടേക്ക് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തു നിന്നുള്ള 2 യൂണിറ്റ് ഇതിനോടകം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെയും ഇവിടെ സമീപത്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയിൽ സമാനമായ തരത്തിലുള്ള ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഇവിടേക്ക് ആദ്യം ഓടിയെത്തിയ ആൾക്കാരല്ലേ, ഇത് കണ്ട ആൾക്കാരല്ലേ? നമ്മൾ ഈ വീട്ടിൽ ജോലിയിലായിരുന്നു. അപ്പോഴാണ് ഈ തെങ്ങ് വന്നൊരു ഓല വീണ് കണ്ടില്ല, ഇന്ന് ഷോർട്ടായിക്കാണ്ട് കത്തിയത്. അപ്പൊ ഇനി തെങ്ങിന് തീ പിടിച്ചു. ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഓസൊക്കെ എടുത്താണ്ട് വെള്ളമടിക്കാൻ നോക്കി. അതിലൊന്നും തീ അണിയതല്ല, അത് മാത്രം ഉള്ളിലേക്ക് പിടിച്ചു. പിന്നെ പെട്ടെന്ന് അസിത, ഇവിടെ മുകളിലുള്ള ഈ തെങ്ങിൽ നിന്ന് ഒരു ഓല ഈ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും തുടർന്നാണ് തീപിടുത്തം, അതൊരു തീയായി മാറുകയും താഴേക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഭാഗത്തേക്ക് അത് വീഴുകയുമായിരുന്നു. അങ്ങനെയാണ് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മലപ്പുറത്ത് നിന്നുള്ള 2 ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. എന്തായാലും കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം ഫയർഫോഴ്സ് സംഘം നടത്തുകയും അവരത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നോ ഈ അപകട സമയത്ത്? അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അസിത, അവിടെ കൂടുതൽ ആളുകൾ ഇവിടുത്തെ ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും സമീപത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ഏറ്റവും ആദ്യം ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചതും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും. ഇവർ സമീപത്തെ വീടുകളിൽ നിന്നൊക്കെ ഈ ഓസും മറ്റും എത്തിച്ച് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഫയർഫോഴ്സ് സംഘം ഇവിടേക്ക് എത്തിയതും അവരുടെ മലപ്പുറത്തു നിന്നുള്ള 2 ഫയർ എഞ്ചിനുകൾ സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണമായി വിജയത്തിലേക്ക് എത്തിയതും അതോടൊപ്പം തന്നെ JCB എത്തിച്ചേർന്നുകൊണ്ട് ഈ പ്ലാസ്റ്റിക് മാലിന്യം കത്തിപ്പടരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യം ഒരു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ചൂടുള്ള സമയമാണ്. ആളുകളൊക്കെ ആദ്യം കരുതിയത് സ്വാഭാവികമായിട്ട് ഈ ചൂടിനെ തുടർന്ന് ഒരുപക്ഷെ തീ കത്തിപ്പടർന്നതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇത് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുക ഈ മുകളിൽ കാണുന്ന ഈ തെങ്ങിൽ നിന്ന് ഒരു ഓല ഈ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും തുടർന്ന് ഈ വൈദ്യുതി ലൈൻ ഷോർട്ടായി തീ പിടിക്കുകയും തുടർന്ന് താഴേക്ക് ഈ ഓല വന്ന് പതിക്കുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇത് പടർന്നു പിടിച്ചത് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ നൽകുന്ന വിവരം. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഒരു ഭാഗത്ത് നിന്ന് അവർ നിരന്തരം വെള്ളം തളിക്കുകയും അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പോൾ ഇതിന്റെ ഈ പ്ലാസ്റ്റിക് കമ്പനിയുടെ മറ്റൊരു ഭാഗത്തേക്ക് കൂടി വെള്ളം എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ യൂണിറ്റ് ഇവിടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘം അറിയിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് അധികം ദൂരെയല്ല ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള കേന്ദ്രം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നന്നായി തന്നെ ഈ പുക ഇങ്ങനെ ഈ മേഖലയിൽ ആകെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ നിഖിൽ, വളരെ വേഗം തന്നെ തീ ആളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പ്ലാസ്റ്റിക് കമ്പനിയാണല്ലോ. സ്വാഭാവികമായും ഈ അന്തരീക്ഷ മലിനീകരണം അടക്കം വളരെ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടിയുണ്ട് ഈ തീ ഇങ്ങനെ പടരുകയാണെങ്കിൽ, പുക ഇങ്ങനെ പടരുകയാണെങ്കിൽ. തീർച്ചയായും ഈ സമീപ മേഖലകളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടാവും, അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും നിലവിലത്തെ സാഹചര്യത്തിൽ വരുത്താൻ കഴിയില്ല. പ്ലാസ്റ്റിക് കമ്പനി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇതിങ്ങനെ പടരുന്നൊരു കാഴ്ചയാണ് നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കമ്പനിക്കുള്ളിലേക്ക് അവിടെയുള്ള മാലിന്യങ്ങൾ ഒരു ഭാഗത്തേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് JCB ഉപയോഗിച്ച്. അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്
ആശ്വാസകരവുമാണ്. കാരണം അതിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ഈ സമയത്ത് ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെയുള്ള ആളുകളൊക്കെ നൽകുന്ന വിവരം അതാണ്. ജീവനക്കാർ ഈ കമ്പനിക്കുള്ളിൽ ഉണ്ടായിരുന്നു, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഭാഗത്ത് നിന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ തെങ്ങുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കരിഞ്ഞുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഓല താഴേക്ക് വീഴുകയും ആ വൈദ്യുതി ലൈനിൽ തട്ടി ഷോർട്ടായി താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. താഴെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് അതിന് ആദ്യം തീ പടർന്നു പിടിക്കുകയും പിന്നീട് അത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം അവർ പ്രാഥമികമായി നടത്തിയിരുന്നു. എന്നാൽ അത് തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുകയായിരുന്നു. ചേട്ടൻ ഇവിടെ ഉള്ളതാണോ? എനിക്ക് വിളിച്ചു പറഞ്ഞു. ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു? 5 യുപിക്കാരുണ്ട്. അവര് ജോലി ചെയ്തോണ്ടിരിക്കുക. ഇത് എത്ര മണിയോട് കൂടിയിട്ടാ സംഭവം? ഇപ്പൊ ഒരു 2:30 മണിക്കാണ്. അപ്പൊ വളരെ കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ. തീ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറഞ്ഞ സമയമേ ആയിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഇത്രയധികം മേഖലകളിലേക്ക് തീ വ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മലപ്പുറത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘം വളരെ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളപായമൊന്നും ഇല്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ കമ്പനിക്കുള്ളിൽ ആ സമയത്ത് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം സുരക്ഷിതരായിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. സമീപ മാസങ്ങൾക്ക് മുൻപ്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെരുപ്പ് കമ്പനിക്കും തീ പിടിക്കുകയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവിടെ അങ്ങനെ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബെഡിന്റെ കമ്പനിയുണ്ട്. അങ്ങനെ നിരവധി കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു പാടമൊക്കെയുള്ള ഒരു തുറസായ മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കാര്യക്ഷമമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഭാഗത്ത് നിന്ന് നിരന്തരം വെള്ളം തളിച്ചുകൊണ്ട് ഒരു ഭാഗം നിയന്ത്രണ വിധേയമാക്കിയ ശേഷം ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിന്റെ പുറകുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെള്ളം അടിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ മുന്നിലുള്ള വീട്ടിൽ ഇന്നൊരു അവിടെ ജോലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതാനും തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഏറ്റവും ആദ്യം ഈ തീ പടർന്നു പിടിക്കുന്നത് കണ്ടതും ഇത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും പിന്നീട് അവർക്കത് അവരുടെ കയ്യിൽ നിൽക്കാതായപ്പോൾ വളരെ വേഗത്തിൽ മറ്റു കൂടുതൽ ആളുകൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അതിനോടകം തന്നെ ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴിതാ കമ്പനിയുടെ പുറകുവശത്തുകൂടി വെള്ളം തളിച്ചുണ്ട്. അവിടെയാണ് ഇപ്പോൾ തീ കത്തിപ്പടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വെള്ളം തളിച്ചുകൊണ്ട് ഇത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അധികം വൈകാതെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൂടിയാണ് ഫയർഫോഴ്സ് സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ നിയന്ത്രണ വിധേയമാണ്, തീപിടുത്തം നിയന്ത്രണ വിധേയമാണ് എന്നാണ് അവർ പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളില്ല. പടർന്നു പിടിക്കാനുള്ള സാധ്യത ഇതിനോടകം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് സംഘം വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് നിന്ന് ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ട് ഇത് പടർന്നു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട്. അസിത. ഓക്കെ, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.